നമുക്കിത് പാളയംകുടം പഴമാണ്. ഇത് ഞാൻ അരിയുക ഒരു 4-5 കഷ്ണിച്ച് കുക്കറിനകത്തിലേക്ക് ഇട്ട് നോക്കുമ്പോൾ കുക്കറിൻ്റെ മീതെ ആ പഴത്തിൻ്റെ മീതെ കുറച്ച് വെള്ളം നിൽക്കണം. അത് നന്നായി ഒന്ന് വേറൊന്നും ചേർക്കാതെ ഒരു 2 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് വന്നിട്ടുണ്ട്, നല്ല ചുമന്ന കളറായിട്ട്. എന്താ ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് അരിച്ചെടുക്കണം. അരിപ്പ പാത്രത്തിലോട്ടിട്ട് ഇങ്ങനെ ഞെക്കി അരിച്ച് ഇങ്ങനെ എടുക്കണം. അതിൻ്റെ ചാറ് മതി, നമുക്ക് എല്ലാം കളയാം. കണ്ടേ, ഇപ്പം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ പഴച്ചാറെല്ലാം കൂടെ തിളയ്ക്കാനായിട്ടൊരു പാനിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു 10 ഗ്രാമ്പു ഞാനിട്ട്, ഇത് ഒരു 10 ഒരു 15 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം. ഇത് ആ പഴം അടുത്തന്നെ ചണ്ടിയാണിത്, ഇത് നമ്മൾ കളയും. ആ പഴച്ചാറ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല തിളച്ച് വരണം. 10-12 നാരങ്ങ, ചെറിയ നാരങ്ങ ആയതുകൊണ്ട് 10-12 നാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോ പഞ്ചസാര കാണും. 1 കിലോ പഞ്ചസാര കാണും, 1 കിലോ പഞ്ചസാര ഉണ്ടാവും. ഇതിപ്പം തിളച്ച് വരുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ച് വരണം. ഇത് ഗ്രാമ്പൂ ഇട്ടു, ഇനി പഞ്ചസാരയും കൂടെ ഇട്ട് നല്ലതായിട്ട് തിളപ്പിക്കണം. പഞ്ചസാര ഇടാൻ പോവാണ്. ഇത് പഞ്ചസാര ഇടാൻ പോകണേ. 1 കിലോ പഞ്ചസാരയുണ്ട്, 1 കപ്പ് പഞ്ചസാര അല്ല 1 കിലോ പഞ്ചസാര. അതുകൂടെ ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. മധുരം കൂടുമേ? അത്രയും മതിയില്ല, 3/4 കിലോ മതി. വറ്റി വരുമ്പോഴത്തേക്കും പിടിക്കുമായിരിക്കണേ. 3/4 കിലോ മതി, കാരണം ഇത്രേ ഉള്ളൂ. ഞാനൊരു 3/4 കിലോ പഞ്ചസാര ചേർത്തുള്ളൂ കേട്ടോ, 1/4 കിലോ ഇട്ടില്ല. 1 കിലോ ഇട്ടില്ല. ആ 1/4 കിലോ മാറ്റി വെച്ചേ. അങ്ങനെ നല്ല തിളയ്ക്കണം, പത വരണം അതിനകത്ത്. ഇത് കണ്ടോ, നല്ലതായിട്ട് പത വന്നു, നല്ല പത വന്നിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കളറുണ്ട് ഇതിന്. ഇപ്പം തന്നെ നല്ലൊരു റെഡ് കളർ വന്നിട്ടുണ്ട്. ആ പഴത്തിൻ്റെ കളറാണ്. നല്ല പാളയംകോടൻ പഴം. പിന്നെ ഇതിനകത്ത് മധുരമുണ്ട്, പാളയംകോടൻ മധുരമുണ്ട്. കൂടാതെ നമ്മൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കുറുകി കിട്ടത്തുള്ളൂ കേട്ടോ, അത് കാരണമാണ്. ഏലക്ക ഉണ്ട്. ഇതൊക്കെ ഏലക്കയൊക്കെ നമ്മളിങ്ങനെ കോരിയെടുക്കും കുറച്ച് കഴിയുമ്പോൾ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഏലക്കയും ഇതെല്ലാം ഞാൻ കോരിയെടുത്ത് കളയും. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 1/4 മണിക്കൂർ എടുക്കും കേട്ടോ തിളച്ച് ഇതെല്ലാം വറ്റാനായിട്ട്. ഇത് ഒരു നൂൽ പരുവത്തിനാവണം. ഇതിപ്പം ഇങ്ങനെ കോരിയ വീഴുന്ന പരുവാണ്. ഇതല്ല, ജാമിൻ്റെ ഒരു പരുവമുണ്ടല്ലോ, നൂൽ പരുവം പോലെ ആവണം. നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിരുന്ന ഒരു നാരങ്ങയുടെ നീരുണ്ട് കണ്ടോ. ഈ നാരങ്ങ നീരും കൂടെ ഇങ്ങനെ തിളച്ച് വരുന്ന പരുവത്തിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു പുളിപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമ്പുമല്ല ഞാനിങ്ങനെ കോരിയെടുത്തേ. കുറച്ചുകൂടെ തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു പരുവായില്ല, ഒഴിച്ചാൽ ഇങ്ങനെ താഴോട്ട് വീഴുന്ന പരുവായതേ ഉള്ളൂ. നൂൽ പരുവാവും. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ആ വെള്ളം കുറച്ചുകൂടെ കട്ടിയായി നല്ല കളറ് വന്നു, നല്ല കളറാണേ. ഇതൊരു ശക്കലം കൂടെ ഒന്ന് പാകമായാൽ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. അപ്പം തണുക്കുക ഒരുപാടങ്ങ് കട്ടിയാകാനിരിക്കില്ല. കട്ടിയായാൽ ചിലപ്പോൾ ഇതങ്ങ് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ഉള്ള ഒരു കൺസിസ്റ്റൻസി ഒരു ലൂസായിട്ട് കിട്ടണം. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. ഇതുകൊണ്ട് നല്ലതായിട്ട് വെട്ടി തിളച്ച് കുറച്ചുകൂടെ പരുവായി. എന്താ അപ്പം കളറ് കൂടി കാണാമ്പോൾ നിങ്ങൾക്ക് നല്ല കളറായി. കുറഞ്ഞ് വരും വെള്ളത്തിൻ്റെ അളവ്.
അപ്പോൾ തീ കുറച്ച് വെച്ചു. ഒന്നും കൂടെ കൂട്ടാം. നമ്മുടെ പിന്നെ ജാമ് പരുവായി വരുന്നു. ഇതാ മൂകി കുറച്ചും കൂടെ ഒന്ന് പരുവായാൽ മതിയേ. ജാമ് പരുവായിട്ടുണ്ട്. എന്നിട്ട് ഇറ്റിറ്റ് വീഴുന്ന ഒരു പരുവം. ഇച്ചിരി ശക്കല ഒരു 5 മിനിറ്റും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് പരുവാകും. അപ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെക്കുമ്പം കുറച്ചുകൂടെ ഇത് കട്ടിയാവും, നന്നായിട്ട് കട്ടിയാവും. കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാടും കട്ടിയാകാനും പാടില്ല. ഇത് നല്ല കളറുണ്ട് കേട്ടോ, നല്ല വാളയംകുടം പഴം. എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അമ്പലത്തിൽ ഒരുപാട് ഉത്സവമായിരുന്നു. അപ്പോൾ ഒരുപാട് പഴം, എനിക്ക് പഴം തരട്ടേന്ന് ചോദിച്ചപ്പോൾ ഒരു കൊട്ട പഴം കൊടുത്തു. എനിക്കെന്ത് പിന്നെ ഇതെന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതുണ്ടാക്കാം വിചാരിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത് മതി. ഇത് തണുക്കുമ്പോൾ കട്ടിയാവും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. കണ്ടോ, ഇച്ചിരി അഡ്വാൻസായിട്ട് നമുക്ക് ഓഫ് ചെയ്യും. കാരണം ഇത് തണുക്കുമ്പോഴേ കുറച്ചുകൂടെ അങ്ങ് കട്ടിയായി പോകും. ഇച്ചിരി ലൂസായിരുന്നാലും കുഴപ്പമില്ല. കണ്ടോ, മൂടി പോലെ താഴെ വീഴുന്നുണ്ട്. ഈ പരുവത്തിൽ വേണം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. ഈ പരുവത്തിലാണ് ഓഫ് ചെയ്യുന്നത്. ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് തണുക്കട്ടെ, അടച്ചു വെക്കാം. ഓക്കെ, അടച്ചു വെച്ച് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ആകുമ്പോൾ ഞാൻ കാണിക്കാം. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. കുറച്ചുകൂടെ വേണേൽ കുറുകും. തണുത്തില്ല ഫുള്ള്. നല്ലതായിട്ട് തണുക്കുമ്പം കുറച്ചുകൂടെ കുറുകിയിരിക്കും. അതാണ് ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇല്ല, കുറച്ചുകൂടെ കുറുകണം. ഓക്കെ, ഇത് ഇതാണ്ടതാ ഞാനൊരു ടിന്നിനകത്തിലാക്കി വെച്ചതാണ്. ബ്രെഡിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് പറ്റുന്ന പോലത്തെ